ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എനിക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒന്നിനും സമയം കിട്ടാതെയായി. ഓക്കെ, എനിവേ ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് ചെയ്യുള്ളൂ. സെൽഫ് ലവ് ക്ലാസ് ഒരുപാട് ബുക്കിങ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാൻ കുറച്ച് ഡേറ്റ് ആക്ച്വലി കുറച്ച് നേരത്തെ ആക്കാൻ ചിലപ്പോൾ, കാരണം ഒരു ബാച്ചിൽ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇനിയും ആരെങ്കിലും ചോദിച്ച് കുറേ പേര് കിട്ടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സെക്കൻഡ് ബാച്ച് കൂടി ഒന്നിച്ച് തന്നെ സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ ഓക്കെ, എനിവേ നോക്കാം ഞാൻ വരുന്നതിനനുസരിച്ച്. അപ്പോൾ ഡേറ്റ് എനിവേ ഇപ്പോൾ December 1 അടുത്തേക്ക് തന്നെ ഞാൻ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി കുറച്ച് പേരായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, സോ ലെറ്റ്സ് സീ. എനിവേ ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് റീഡിങ് ഒരുപാട് നീട്ടുന്നില്ല, ചെറുതായിട്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു സീക്രട്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം. ഓക്കെ, ഒരു സീക്രട്ട് യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് കാണിച്ചു തരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, എന്താണെന്നറിയില്ല, എന്ന് അങ്ങനെ തോന്നി. ഓക്കെ, Queen of Cups, Magician, Hangman, Sun, Seven of Swords, Secret ആണല്ലോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, Seven of Wands and High Priestess. യൂണിവേഴ്സ് നിങ്ങളോട് റിവീൽ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇതിപ്പോൾ എല്ലാവരും അപ്പോഴേക്കും ചാടിക്കേരി ഇത് പറയരുത്. ഓക്കെ, ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറന്നിരിക്കുന്നു എന്നാണ്. അത് പല തരത്തിലാവാം, ഓരോരുത്തർക്കും ഓരോ തരത്തിലാവാം. ചിലവർക്ക് ഇപ്പോൾ ജോലി സ്ഥലത്ത് ആരെങ്കിലും നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ പിന്നിൽ ആരെങ്കിലും നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറയാം, നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഇല്ലാത്തത് പറയാം, ആ രീതിക്കൊക്കെ ആയിരിക്കാം. ആരെങ്കിലും കോമ്പറ്റീഷൻ എന്ന് പറയാം നമുക്ക്. ഓക്കെ, നിങ്ങളെപ്പറ്റി ലൈക്ക് നിങ്ങളോട് ജലസിയുള്ള ആരെങ്കിലും, ഓക്കെ, നിങ്ങളെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറയുന്നു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടിയായിരിക്കാം. ഓക്കെ, നിങ്ങളോട് പക്ഷേ സൂക്ഷിക്കാനുള്ള ഒരു വാർണിംഗ് ആണ് ഇവിടെ വരുന്നത്. ഇത് സെവൻ ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. സെവൻ ഓഫ് സോർഡ്സ് എനർജി മെയിൻലി ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. സോ ഇവിടെ ഇത് വളരെ എനിക്ക് സ്ട്രോങ് ആൻഡ് മജീഷ്യനും ഉണ്ട്. ആരോ നിങ്ങളുടെ എതിരെ എന്തോ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് സിറ്റുവേഷനിലും ആവാം. ഓക്കെ, അതിപ്പോൾ ജസ്റ്റ് കണ്ണുതട്ടലും ആവാം. ഓക്കെ, നമ്മൾ കൂടുതൽ വലിയ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണുതട്ടൽ ചിലവർക്ക് ഉണ്ടാവാം, അല്ലാത്തവർക്ക് അതായത് നിങ്ങളോട് ജലസിയുള്ള ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കെയറിങ് പേഴ്സൺ ആയിരിക്കും, നിങ്ങളെ കാണാൻ വളരെ ഭംഗിയുണ്ടാവാം, നിങ്ങൾ കെയറിങ് പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയായിരിക്കും. അപ്പം നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, നിങ്ങളോട് എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളോടും അത്രയും അട്രാക്റ്റായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ട് ജലസി തോന്നുന്ന ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ എന്തെങ്കിലും നല്ല അച്ചീവ്മെൻറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റമാണ് ഇവിടെ മെയിൻലി എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പെരുമാറ്റം കണ്ട് നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവർ അട്രാക്റ്റായിട്ട് വരുന്ന കണ്ട് തോന്നുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഇത് കണ്ടിട്ട് ചിലവർക്ക് ജലസി തോന്നിയിട്ടായിരിക്കാം, കോമ്പറ്റീഷൻ തോന്നിയിട്ടായിരിക്കാം. ഓക്കെ, ഒരു തരത്തിൽ നിങ്ങളുടെ അടുത്ത് ആരുടെ ഒരു കണ്ണ് ഉള്ളതായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു നെഗറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മജീഷ്യൻ ആൻഡ് ഹൈ പ്രീസ്റ്റസ് നമുക്ക് ആ രീതിക്ക് എടുക്കാം. ഓക്കെ, ബ്ലാക്ക് മാജിക് എനർജി പറയാം, നിങ്ങളുടെ മേലെ ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടാവാം. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് കണ്ണു തട്ടലും ആവാം കേട്ടോ. ഓക്കെ, വലിയ രീതിയിലൊന്നും പോകണമെന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളും ആവാം. ഓക്കെ, ആൻഡ് ഇവിടെ കാരണം നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് പോവാതെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അതെവിടെയും ലൈക്ക് നിങ്ങളുടെ സന്തോഷത്തിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പിനെസ് വരേണ്ടത് അത് വരുന്നില്ല. ബിക്കോസ് ഓഫ് ദിസ് ആക്ച്വലി ഈ ഒരു എനർജി കാരണമാണത്. ഓക്കെ, അത് ആരുടെയെങ്കിലും ജലസി ആവാം, ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക് ആവാം, ചിലവരുടെ അത് എവിടെയാവാം കേട്ടോ, ഫാമിലിയിലാവാം, ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് നിങ്ങളോട് ജലസി തോന്നുന്നതായിരിക്കാം, ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം. ഒരു ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് സൂക്ഷിക്കുക. ഓക്കെ, നമുക്ക് ഇപ്പം ആരാ എന്താണെന്നൊന്നും നമുക്ക് തേടി പോകാനൊന്നും പറ്റില്ലല്ലോ, എല്ലാവരെയും സംശയിക്കാനും പറ്റില്ല. എനിക്ക് ജസ്റ്റ് നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുക്കുക അവനവനെ. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഇതിവിടെ പറയാൻ തോന്നുന്നത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിരിക്കും വിചാരിച്ച്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ ഇതിൽ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ കേസ് ആയിരിക്കാം. സോ നമുക്കത് ആരാ എന്താണെന്നൊന്നും നമ്മൾ നോക്കാൻ പോണ്ട. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ സിറ്റുവേഷനിൽ എന്നുകൂടി ഞാനൊന്ന് നോക്കാം. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജലസി ആണെങ്കിലും ശരി. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങളോട്
ഓക്കെ, വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, മേ ബി നിങ്ങളെ ആരെങ്കിലും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കൂടി തോന്നുന്നുണ്ട്. മേ ബി നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും കാണാനൊക്കെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് തോന്നി, താല്പര്യം തോന്നി, നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്ന ഒരു കാര്യം കൂടി എനിക്ക് ഫീൽ ചെയ്തു. ഐ ഡോണ്ട് നോ വൈ. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലേ അതിനനുസരിച്ച് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുക. ഓക്കെ, ആ ഒരു കാര്യം കൂടി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഓക്കെ, എന്തായാലും ട്രൂത്ത് ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കും. എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുമാണ്. ലെറ്റ്സ് സീ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ. നിങ്ങളോട് ബൗണ്ടറി വെക്കാനാണ് പറയുന്നത്. യെസ് 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 യെസ്, നിങ്ങളോട് ഒരു ബൗണ്ടറി വെക്കാനാണ് പറയുന്നത്. ഡെവിൾ എനർജിയാണ്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഓക്കെ, എനിക്കത് വളരെ സ്ട്രോങ് ഫീലിംഗ് വന്നതാണ്. എന്താണെന്നറിയില്ല. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും ലൈക്ക് ഒരു ഇഷ്ടം പറഞ്ഞു വരിക, അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കാണിക്കും. ഓക്കെ, ഫ്രണ്ട്ലി ആയിട്ട് കാണിക്കും, നിങ്ങളെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണിക്കും, വളരെ കെയറിങ് ആയിട്ടൊക്കെ കാണിക്കാം. പക്ഷെ എവിടെയോ അവർക്കൊരു ഉദ്ദേശമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവാം. സോ ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഓക്കെ, കാരണം ഒരു ഡെവിൾ എനർജിയാണ് ഇവിടെ. നിങ്ങളോട് പറയുന്നത് അവനവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. നേരത്തെയോ അതാ പറഞ്ഞത്, നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ബൗണ്ടറി വെക്കാനാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ഡെവിൾ എനർജി ഉണ്ട്. സോ നിങ്ങളൊരു ബൗണ്ടറി വെക്കുക. നിങ്ങൾ ഓരോരുത്തരോടും ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സ്ട്രോങ് ഇൻറ്റ്യൂഷൻ വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഹൈ പ്രിസ്റ്റസ് പറയുമ്പോൾ ഇൻറ്റ്യൂഷൻ പവർ കൂടിയാണ്. സോ ബ്ലാക്ക് മാജിക്കിന്റെ എനർജി ആണ്, യെസ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇൻറ്റ്യൂഷൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതായിട്ട് എവിടെയാണ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരുന്നത്, അതിൽ ജെനുവിനിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ വരുന്നത്, ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. സോ വളരെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ആൻഡ് ഇവിടെ 7 of Swords ഉണ്ടായിരുന്നു. ചീറ്റിംഗ് എനർജി, ചിലപ്പോൾ ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നി വരുന്നവരായിരിക്കാം, ഇല്ലാന്ന് അങ്ങനത്തെ ആവാം. പക്ഷെ അതാണെങ്കിലും ശരി, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അവനവനെ സൂക്ഷിക്കണം. അത് മാത്രമല്ല, നിങ്ങളോട് വളരെ കെയറിങ് ആയിട്ടൊക്കെ അവർ കാണിക്കും. ഓക്കെ, നിങ്ങളോട് വളരെ സ്നേഹത്തോടെയൊക്കെ പെരുമാറും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായിട്ട് അവർ ഒരു ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ അവിടെ എവിടെയോ ഒരു ഹിഡൻ കാര്യമുണ്ട്. അത് ആരാന്നുള്ളതാണിപ്പോൾ, അത് നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങൾ. ഓക്കെ, ഫ്രണ്ട് പോലെ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഈ ഒരു മോർണിംഗ് വരുന്നുണ്ട്. സോ പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരെയും സംശയിക്കാനൊന്നും നിൽക്കരുത്, അങ്ങനെയല്ല. ബട്ട് ഇതിലെന്തോ ഒന്ന് എല്ലാവരുടെ അടുത്തും ഒരു ചെറിയൊരു ആദ്യം തന്നെ അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ സപ്പോസ് പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഓവറായിട്ട് ഇപ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക, കുറച്ച് ഇതേ ബിഹേവിയർ കാണിക്കാത്ത ആൾക്കാർ, ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് മെസ്സേജസ് നോക്കാം. സോറി, ഒബ്സ്റ്റക്കിൾസ് കാണുന്നുണ്ട്. ടൈം ടു റിപ്ലനിഷ്, ചോയ്സസ് ആൻഡ് ദെയർ കോൺസിക്വൻസസ്, ഇന്റൻഷനാലിറ്റി, ഗ്രേസ് ആൻഡ് ജനറോസിറ്റി. എനിക്ക് തോന്നിയത് അത് തന്നെയാണ് നിങ്ങളുടെ നേച്ചർ വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ വളരെ ജനറസ് പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങൾ ആരെയും ട്രസ്റ്റ് ചെയ്യും, നിങ്ങൾ ആരെയും കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിൽ തോന്നി എനിക്ക്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും അവർ കള്ളത്തരം പറഞ്ഞാൽ പോലും ഐ തിങ്ക് നിങ്ങൾക്കത് നിങ്ങൾ വിശ്വസിച്ച് പോകും വേഗം. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. അപ്പം നിങ്ങളുടെ മുമ്പിൽ ചില ഒബ്സ്റ്റക്കിൾസ് വരുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒബ്സ്റ്റക്കിൾസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇന്റൻഷനാലിറ്റി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളോട് എന്തെങ്കിലും റോങ് ഇൻറ്റൻഷനോടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന രീതിക്കാണ് പറയുന്നത്. ഒന്ന് കാര്യങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ടൈം ടു റിപ്ലനിഷ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എവിടേക്കോ അവനവനെ സ്നേഹിക്കാനാണ് പറയുന്നത്. ഓക്കെ, അവനവനെ കെയർ ചെയ്യുക നിങ്ങൾ. ഓക്കെ, അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് മാത്രം കെയർ ചെയ്താൽ പോലെ നിങ്ങൾ അവനവനെ കൂടി ചെയ്യാം. ഓക്കെ, ആൻഡ് ചോയ്സസ് ആൻഡ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ ഫീൽ ചെയ്ത്, മേ ബി നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഓഫർ തരാം, ലൈക്ക് എന്തെങ്കിലും പറയാതായിട്ട് ഓക്കെ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, ആ തരത്തിൽ എന്തെങ്കിലും ചതിക്കൽ. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും, നിങ്ങൾ ഓർക്കുക. ഓക്കെ, നല്ലോണം ആലോചിച്ച് മാത്രം കാര്യം. അങ്ങനെ ചിലപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം, കാരണം അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, ഇവിടെ നിങ്ങൾ അവനവനെ കെയർ ചെയ്യാനാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, കുറച്ച് അവനവനെ പ്രൊട്ടക്ട് ചെയ്യാം. നിങ്ങൾ വളരെയധികം കെയറിങ് പേഴ്സൺ ആണെന്ന് എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളെ ചിലപ്പോൾ ഒരു പറ്റിക്കപ്പെടാൻ ചാൻസ് കാണുന്നുണ്ട്. ഇവിടെ സൂക്ഷിക്കുക. ഓക്കെ, ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുക. എല്ലാവരുടെ അടുത്തും ആരെങ്കിലും പുതിയതായിട്ടൊക്കെ പരിചയപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു വരുമ്പോൾ അതങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. ഓക്കെ, നല്ലോണം ആലോചിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.